ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നും ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. കാരണം നമ്മളുടെ പിങ്കി മോളെ അന്വേഷിച്ചിട്ട് ചാലക്കുടിയിൽ നിന്ന് ഒരു അമ്മയും മകളും പേരക്കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഇത്ര ദൂരത്ത് നിന്ന് ചാലക്കുടിയിൽ നിന്ന് എറണാകുളം വരെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ഇത്രയും നാൾ ചെയ്ത എഫേർട്ടിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു റിസൾട്ടായിരുന്നു നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട് തെരഞ്ഞു പിടിച്ച് വരിക എന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരിന്നലെ വൈകിട്ട് പെട്ടെന്നാണ് വന്നത്. ഇവിടെയാണെങ്കിൽ കറണ്ടും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. കറണ്ട് ഇല്ലാതെ ആകെ ഞങ്ങൾ ചൂടത്ത് വലഞ്ഞിരിക്കുന്ന നേരത്താണ് അവർ വന്നത്. അപ്പോൾ അവർക്കും ചൂട് സഹിക്കാൻ പറ്റാത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവർ വന്നതും നമ്മളായിട്ട് സംസാരിച്ചതും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അല്ല, നമുക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും സുഖം കിട്ടുക, അല്ലേ? കുക്കിംഗ് എന്റെ എന്താ പറയാ ഒരു വീക്ക്നെസ് ആണ്. എന്താണെങ്കിലും ചെറുതാണെങ്കിലും ഒന്ന് ചെയ്യുമ്പോ മനസ്സുകൊണ്ട് നമുക്കൊരു സുഖമാണ്, അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തല്ലി ഏൽപ്പിച്ചാലോ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയില്ലാതെ ഒരു മാങ്ങ ചമ്മന്തി എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. കൊറോണ സമയത്ത് ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാ. പിന്നെ നമുക്ക് തോന്നി അങ്ങനെ ഇട്ടിട്ടിട്ട് ഇപ്പോൾ നമുക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗം, പ്രതിഫലം കിട്ടിയിട്ടൊന്നുമല്ല, എന്നാലും മനസ്സുകൊണ്ട് നമുക്കൊരു തൃപ്തി, അങ്ങനെ ചെയ്തോണ്ട് പോണതാണ്. അതിപ്പോ എന്ത് കാര്യത്തിനും നമ്മൾ തുടക്കത്തില് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മളിങ്ങനെ ഈ പറഞ്ഞോട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി എൻ്റെ പിങ്കിമോളുടെ ക്യാരക്ടർ ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പിങ്കിമോളുടെ ഭയങ്കര ഫാൻസാണ്. അങ്ങനെ പിങ്കിമോളെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഓടി ഇങ്ങോട്ട് വന്നത്. പക്ഷേ പിങ്കിമോള് ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ആ ഒരു ഇത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു പക്വത അതുങ്ങൾക്ക് വന്നിട്ടില്ല, ആ കുട്ടികൾക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പിങ്കിമോളെ കാണാത്ത ചെറിയ വിഷമത്തിലാണ് അവർ തിരിച്ചു പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പിങ്കിമോളുടെ വീട്ടിലാണ്. അപ്പോൾ പിങ്കിമോളെ കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ വന്നതാണ്. അപ്പോൾ നന്നായിട്ട് പോകണം പിങ്കിമോള്. അപ്പോൾ നിങ്ങളെല്ലാവരും പിങ്കിമോൾക്ക് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കുക്കിംഗ് ചാനലുണ്ട്, പൊടിക്കൈ എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ എംബ്ലം ഒരു ബ്ലാക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ പൊടിക്കൈയുടെ ലെറ്റർ പി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് പൊടിക്കൈ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. അല്ലേ? രണ്ടാളുടെയും പേരെന്താ? പേരൊന്ന് പറഞ്ഞേ. അൻവിക, അദ്രിജ അല്ലേ? രണ്ടാളുടെയും പേര് നല്ല സൂപ്പറാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പിങ്കിമോളുടെ വീട്ടിലാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടു. പിങ്കിമോള് ഇവിടെ ശരിക്കും ഇല്ല. ഇവിടെ പിങ്കിമോളില്ലല്ലോ. പിങ്കിമോളുടെ അമ്മയും ചിഞ്ചുവും ജോജിയൊക്കെ ഉള്ളൂ അല്ലേ? പിങ്കിമോൾ എവിടെ പോയി? പിങ്കിമോളില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പിങ്കിമോളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒരു കിടിലം കാണാൻ നിൽക്കുമ്പോൾ ബൈ. അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അമ്മ ആക്ച്വലി കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത്. പൊടിക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആ ചാനൽ കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് കാണുക. നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് അമ്മ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയെ സപ്പോർട്ട് ചെയ്യും. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.